ഒരുപാട് നാളായുള്ള ആഗ്രഹമായിരുന്നു ഒരു മൺസൂൺ കാലത്ത് കൊട്ടാരക്കരയിൽ നിന്നും തെന്മല വഴി തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശിയിലേക്ക് ഒരു യാത്ര. മൺസൂൺ സമയത്ത് ഇതുവഴിയുള്ള യാത്ര ശെന്തുരുണി വനത്തിന്റെയും കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന പശ്ചിമഘട്ടത്തിന്റെയും സൗന്ദര്യം വിളിച്ചോതുന്നതായി കാണുവാൻ സാധിക്കും. തെങ്കാശിയുടെ ഹൃദയഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഈ അതിഗംഭീരമായ ഗോപുരം ദർശിക്കുവാൻ സാധിക്കും. ഈ കാണുന്നതാണ് തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് വാരണാസിയിലെ കാശി വിശ്വനാഥനെ ആരാധിക്കുന്നതിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു. 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ മഹാരാജാവായിരുന്ന പരാക്രമ പാണ്ഡ്യനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. തമിഴ് മാസമായ മാസിയിൽ ഉത്സവം നടക്കുമ്പോഴാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഉത്സവ സമയമായതുകൊണ്ടാകാം ക്ഷേത്രം പൂക്കൾ കൊണ്ട് വളരെ മനോഹരമായി അലങ്കരിച്ചിരുന്നു. 1990-ൽ പുനർനിർമ്മിച്ച കാശി ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ്. ക്ഷേത്രത്തിനുള്ളിൽ കൊത്തിവെച്ചിരിക്കുന്ന കരിങ്കൽ ശില്പങ്ങൾ ലോകപ്രസിദ്ധമാണ്. ഒരിക്കൽ പാണ്ഡ്യ മഹാരാജാവിന്റെ സ്വപ്നത്തിൽ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ഒരു ഉറുമ്പിൻ നിരയെ പിന്തുടരുവാൻ ആവശ്യപ്പെടുകയും ഉറുമ്പിൻ നിര ചെന്ന് അവസാനിക്കുന്നിടത്ത് സ്വയംഭൂവായ ശിവലിംഗം രാജാവ് കണ്ടെത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഉണ്ടായതെന്നാണ് ഐതിഹ്യം. പ്രധാന പ്രതിഷ്ഠയായ കാശി വിശ്വനാഥരെ 1 കിലോമീറ്റർ ദൂരത്തു നിന്ന് പോലും ദർശിക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോയാലോ എന്ന് തോന്നി. പിന്നെ ഒട്ടും കാത്തു നിൽക്കാതെ ഞാൻ ഉടൻ തന്നെ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലെത്തി മധുരയ്ക്കുള്ള ട്രെയിൻ കയറി. തെങ്കാശിയിൽ നിന്നും മധുരയിലേക്കുള്ള ട്രെയിൻ യാത്ര തമിഴ്നാടിന്റെ ഗ്രാമീണ ഭംഗിയും കാർഷിക സൗന്ദര്യവും അടുത്തറിയാനുള്ള അവസരമായിരുന്നു അത്. തെങ്കാശി സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ കാഴ്ച പശ്ചിമഘട്ടത്തിന്റെ വിദൂരമായ രൂപമായിരുന്നു. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മനോഹരമായ തെങ്ങിൻ തോപ്പുകളും വാഴത്തോപ്പുകളും നെൽപ്പാടങ്ങളും കാണേണ്ട കാഴ്ച തന്നെയാണ്. നിങ്ങളിൽ എത്ര പേർ ഇങ്ങനൊരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്? അപ്പോൾ ടെമ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന മധുരയിലെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ.